മോദി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷൻ നയിക്കുന്ന കേരള പദയാത്ര ഈ വഴിത്താരെ ഉണർത്തിക്കൊണ്ട് NDA ദേശീയ ജനാധിപത്യ സഖ്യം സംസ്ഥാന ഗീതു അങ്ങോട്ട് നമ്മൾ വന്നാടി ചേട്ടാ ഇറങ്ങി പിണറായി വെള്ളം എടുത്തു ഞങ്ങള് പിണറായി വിജയന്റെ നവകേരള മാർച്ച് പോലെ അവിടെ സമ്പന്ന വർഗത്തിന്റെയും സ്ഥാപിത താല്പര്യക്കാരുടെയും ഒക്കെ കൂടെയാണ് പോയത്. 1.5 കോടി രൂപയുടെ ബസ്സിലാണ് ഫുഡ് സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഇല്ല. ഞങ്ങള് പട്ടികജാതി പട്ടികവർഗ കോളനികളിലും കശുവണ്ടി തൊഴിലാളികളുടെ വീട്ടിലും സാധാരണക്കാരുടെ വീട്ടിലൊക്കെയാണ് ആഹാരം കഴിക്കുന്നത്. ഞങ്ങൾ ഈ ജാഥയ്ക്ക് വേണ്ടി കഴിക്കുന്നതല്ല, ഞങ്ങൾ അങ്ങനെ തന്നെയാണ് എപ്പോഴും. ഈ നാട്ടിലെ സാധാരണക്കാരോടൊപ്പമാണ് BJP. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഈ രാജ്യത്ത് മാസപ്പടി കൊടുക്കുന്ന വൻകിട കുത്തക കമ്പനികളോടൊപ്പമാണ്. അതാണ് വ്യത്യാസം. കേരള പദയാത്ര നവകേരള സദസ്സും തമ്മിലുള്ള വ്യത്യാസം, ഇത് ജനങ്ങളുടെ പദയാത്ര, പാവങ്ങളുടെ പദയാത്ര, സാധാരണക്കാരുടെ പദയാത്ര. ബാക്കി എല്ലാവരും നടത്തുന്നത് വൻകിടക്കാരുടെ പദയാത്ര. ഒരു പദയാത്രയില്ല, വൻകിടക്കാരുടെ വാഹനയാത്ര. കേരളത്തിൽ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയാണെന്ന് എല്ലാവരും ചർച്ച ചെയ്യുന്നു. മോദിയുടെ ഗ്യാരണ്ടിക്ക് കേരളത്തിൽ ഇത്തവണ അംഗീകാരം ലഭിക്കും. കേരള ജനത നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് കഴിഞ്ഞ 7 ദിവസവും പദയാത്രയിൽ കണ്ടിട്ടുള്ള അഭൂതപൂർവമായിട്ടുള്ള പ്രതികരണം. വന്നിരിക്കുന്നതൊന്നും BJP-കാർ മാത്രമല്ല, മോദിജിയോടുള്ള വിശ്വാസം ജനങ്ങൾക്ക് വർദ്ധിച്ചിരിക്കുകയാണ്. കേരളം നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയം.
സുരേന്ദ്രജി നയിക്കുന്ന കേരള പദയാത്ര ഇന്ന് കൊല്ലം ജില്ലയിൽ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി രാവിലെ അദ്ദേഹം കൂനമ്പായിക്കുളം അമ്പലം സന്ദർശിച്ചു, നമ്മുടെ വീരബലിദാനികളുടെ വീടുകൾ സന്ദർശിച്ചു. അതിനുശേഷം ഈ കേരളപുരം കോളനിയിലേക്ക് എത്തിച്ചേർന്നു. കേരളപുരം കോളനിയിൽ പ്രവീൺ കളരി സംഘം എന്ന ആ കളരി സംഘത്തിൽ അദ്ദേഹത്തിൻ്റെ ആശാൻ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന് മുന്നിൽ ആ അഭ്യാസ പ്രകടനങ്ങൾ അവതരിപ്പിച്ചു. ആശാനെ അദ്ദേഹം സ്വീകരിച്ചതിന് ശേഷം കോളനിയിലെ തന്നെയുള്ള പുഷ്പലത എന്ന് പറയുന്ന ആ വ്യക്തിയുടെ വീട്ടിൽ പോയി ചായയും പ്രഭാത ഭക്ഷണവും കഴിക്കുകയുണ്ടായി. തുടർന്ന് കോളനിയിലെ പല വീടുകളും സന്ദർശിച്ച് ഗൃഹസമ്പർക്കം നടത്തി. ഇവിടുത്തെ ജനങ്ങളുടെ എല്ലാം മനസ്സ് കീഴടക്കിയായിട്ടാണ് സുരേന്ദ്രജി പത്രസമ്മേളന കൊല്ലത്തേക്ക് പോവുകയാണ്. ഇന്ന് ഏകദേശം 15,000 കണക്കിന് പേർ പങ്കെടുക്കുന്ന കേരള പദയാത്ര കൊല്ലം ജില്ലയിൽ നടക്കുകയാണ്. ഇതിൽ നിന്ന് ഇവിടെ പെരിനാട് പഞ്ചായത്തിൽ നിന്ന് മാത്രം ഏകദേശം 1000-ഓളം പേർ പങ്കെടുക്കുന്നുണ്ട്. ഏകദേശം കുണ്ട്ര മണ്ഡലത്തിൽ 2000-ൽ പരം ആൾക്കാരാണ് കുണ്ട്ര മണ്ഡലത്തിൽ നിന്ന് ഈ പദയാത്രകൾ പങ്കെടുക്കുന്നത്. ഇതിൻ്റെ ആവേശത്തിലും ഒരുക്കത്തിലുമാണ് എല്ലാ പാർട്ടി പ്രവർത്തകർ പങ്കെടുക്കുന്നത്. കൂടുതലും പുതുതായി മോദിയുടെ ഭരണത്തിൽ ആകർഷകരായി, മോദി കൊടുത്ത ഗ്യാരണ്ടിയിൽ ആകർഷകരായി BJPയിലേക്ക് വൻ ജനക്കൂട്ടം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെ പല പാർട്ടിയിലുള്ള 2-3 വ്യക്തികൾ നമ്മളെ കൂടെ ക്ഷണിക്കാതെ സുരേന്ദ്രജിയെ കാണുവാനായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇങ്ങനെ വലിയ ജനപ്രവാഹമാണ് ഇപ്പോൾ NDAയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് NDAയുടെ ഒരു വിജയത്തിൻ്റെ സൂചന മാത്രമാണ്. കേരളത്തിൽ വ്യക്തമായ ലക്ഷ്യത്തോടുകൂടി NDA പല സീറ്റുകളും പിടിക്കുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല.